ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഒളിമ്പിക്സിന് പാരീസിൽ കൊടിയിറങ്ങി. 2028 ഒളിമ്പിക്സ് ലോസ് ആഞ്ചലസിൽ. ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ച് ഓഹരി വിപണിയിലെ പരമോന്നത നിയന്ത്രണ ഏജൻസിയായ സെബി. നിക്ഷേപകർ ജാഗ്രത പാലിക്കണം. ബീഹാറിലെ ജഹനാബാദിൽ ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും 7 മരണം. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും. രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഇന്ന് പ്രത്യേക ക്യാമ്പ്. കേരളത്തിൽ വീണ്ടും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. വാർത്തകൾ വിശദമായി. ലോകത്തെ ആവേശത്തിലാഴ്ത്തിയ കായിക മഹാമേളയായ ഒളിമ്പിക്സിന് പാരീസിൽ കൊടിയിറങ്ങി. സമാപന ചടങ്ങിനൊടുവിൽ 2028 ഒളിമ്പിക്സിന് വേദിയാവുന്ന ലോസ് ആഞ്ചൽസ് പ്രതിനിധികൾക്ക് ഒളിമ്പിക് പതാക കൈമാറി. 33ാമത് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തി. മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ വിരമിക്കലിനു കൂടിയാണ് പാരീസ് ഒളിമ്പിക്സ് വേദിയായത്. വനിതകളുടെ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിന്റെ ഫൈനലിന് തൊട്ടുമുൻപുള്ള അയോഗ്യത പാരീസിൽ ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു. ചൈനയെ അട്ടിമറിച്ച് അമേരിക്ക മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒളിമ്പിക്സ് കണ്ട ഏറ്റവും വാശിയേറിയ കിരീട പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചാണ് സ്വപ്നനഗരിയായ പാരീസിൽ കായിക മഹോത്സവത്തിന് തിരശീല വീണത്. 40 സ്വർണവുമായി ചൈന കിരീടമുറപ്പിച്ചു എന്ന് തോന്നിയയിടത്ത് വെച്ചായിരുന്നു അമേരിക്കയുടെ അവസാന കുതിപ്പ്. ആതിഥേയരായ ഫ്രാൻസിനെ ഒരൊറ്റ പോയിന്റിന് കീഴടക്കി അമേരിക്ക ബാസ്കറ്റ്ബോളിൽ സ്വർണം നേടിയപ്പോൾ തകർന്നു വീണത് ചൈനയുടെ ഒളിമ്പിക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എന്ന മോഹമായിരുന്നു. ആകെ മെഡൽ കണക്കിൽ 126 മെഡലുമായി അമേരിക്ക തുടർച്ചയായി 4ാം തവണയും ഒന്നാമത്. 2008 ബീജിംഗ് നേട്ടം ആവർത്തിക്കാനായില്ലെങ്കിലും 91 മെഡലുമായി ചൈന രണ്ടാമത്. 6 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്താണ് ഇന്ത്യ. 80,000-ത്തോളം പേരെ സാക്ഷിയാക്കിയ ആഘോഷരാവിൽ 16 നാൾ നീണ്ട പാരീസ് ഒളിമ്പിക്സിന് തിരശ്ശീല വീണിരിക്കുന്നു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ അത്ലറ്റുകൾ സെൻ നദിയോടും പാരീസ് പട്ടണത്തോടും വിട ചൊല്ലിക്കഴിഞ്ഞു. ഇനി കാത്തിരിക്കാം ലോസ് ആഞ്ചൽസിനായി പ്രതീക്ഷയുടെ അണയാത്ത ദീപവുമായി. പാരീസ് ഒളിമ്പിക്സിൽ എല്ലാ കായിക താരങ്ങളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും ഓരോ ഇന്ത്യക്കാരനും ഇതിൽ അഭിമാനം കൊള്ളുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിന്റെ 113ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള പൊതുജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറം വഴിയോ അറിയിക്കാവുന്നതാണ്. ഈ മാസം 23-നാണ് ആശയങ്ങൾ നൽകാനുള്ള അവസാന തീയതി. ആകാശവാണി, ദൂരദർശൻ എന്നിവയുടെ മുഴുവൻ നിലയങ്ങളിലും രാവിലെ 11-ന് മൻ കി ബാത്ത് പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും. അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗിന്റെ പുതിയ റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ച് ഓഹരി വിപണിയിലെ പരമോന്നത നിയന്ത്രണ ഏജൻസിയായ സെബി. ഇത്തരം തെറ്റായ റിപ്പോർട്ടുകളോട് പ്രതികരിക്കുന്നതിന് മുൻപ് നിക്ഷേപകർ ജാഗ്രത പാലിക്കണമെന്ന് സെബി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ മൂലധന വിപണികളുടെ സമഗ്രവും ക്രമാനുഗതവുമായ വളർച്ചയും വികസനവും ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും സെബി പ്രസ്താവനയിൽ അറിയിച്ചു. ഹിൻഡൻബർഗ് ആരോപണങ്ങൾ നിഷേധിച്ച് സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചും നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതേസമയം ആരോപണങ്ങളിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ആശയക്കുഴപ്പമുണ്ടാക്കി രാജ്യത്ത് സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി വക്താവ് സുധന്യാശു ത്രിവേദി പ്രതികരിച്ചു. സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിനും ഭർത്താവ് ധവൽ ബുച്ചിനുമെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തള്ളിപ്പറഞ്ഞ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ രംഗത്ത് വന്നു. ഇന്ത്യൻ ഓഹരി വിപണിയുടെ വിശ്വാസ്യത തകർക്കാനും അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പാതയിൽ അനാവശ്യ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നതാണ് ഇത്തരം റിപ്പോർട്ടുകളെന്നും സംഘടന പ്രസ്താവനയിൽ പറയുന്നു. ബീഹാറിലെ ജഹനാബാദിൽ സിദ്ദേശ്വരനാഥ് ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഭരണമാറ്റമുണ്ടായ ബംഗ്ലാദേശിൽ ക്രമസമാധാന നില വഷളായി തുടരുന്നു. ഭൂരിഭാഗം പോലീസുകാരും ഇനിയും ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറായിട്ടില്ല.
അവാമി ലീഗ് പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും മതന്യൂനപക്ഷങ്ങളും പ്രതിസന്ധി നേരിടുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നും പൊതുസുരക്ഷ നിലനിർത്തണമെന്നും ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റിന്റെ ആഭ്യന്തരകാര്യ ഉപദേഷ്ടാവ് എം സഖാവത്ത് ഹുസൈൻ ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ സമുദായങ്ങളുടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്നലെ മൌൾവി ബസാർ ജില്ലയിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന റാലി അരങ്ങേറി. ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസ് അപലപിച്ചു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭയും അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ ഇന്നലെ നടന്ന ജനകീയ തിരച്ചിലിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കു വേണ്ടി മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ ഇന്നും നാളെയും 5 ഇടങ്ങളിലായി വിശദമായ തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. പ്രകൃതി ദുരന്തം സംഭവിച്ച മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് ഇന്ന് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ്. ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് സമഗ്രമായി പഠിക്കാൻ 4 വിദഗ്ധ സംഘം ഇന്ന് വിലങ്ങാടെത്തുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. പ്രദേശത്ത് ഡ്രോൺ പരിശോധന തുടങ്ങി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 15 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കനത്ത മഴ ജനജീവിതം താറുമാറാക്കി. ഡൽഹിയിൽ ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ നിരവധി പ്രദേശങ്ങളിൽ വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മൺസൂൺ സീസണിൽ ആദ്യമായി പഞ്ചാബിൽ ഇന്നലെ കനത്ത മഴ പെയ്തു. ഹിമാചൽ പ്രദേശുമായി അതിർത്തി പങ്കിടുന്ന ഹോഷിയാർപൂർ ജില്ലയിൽ കുത്തൊഴുക്കിൽ 11 യാത്രക്കാരുമായി വാഹനം ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ മാത്രമേ രക്ഷിക്കാനായുള്ളൂ. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ ഇന്നലെ മാത്രം 12 മരണം റിപ്പോർട്ട് ചെയ്തു. 3 പേരെ കാണാതായി. നിരവധി റോഡുകൾ അടച്ചു. വൈദ്യുതി വിതരണവും ജലസേചന സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. രാജസ്ഥാനിൽ ശക്തമായ മഴയിൽ മരിച്ചവരുടെ എണ്ണം 22ആയി. ജയ്പൂർ, സവായി മാധോപൂർ, ദൌസ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. ലക്ഷദ്വീപിലെ ഏറ്റവും പുതിയ ഇന്ധനവാഹക കപ്പലായ ഗംഗ LPG ആദ്യമായി കവരത്തി ദ്വീപിലെത്തി. LPG ഗ്യാസ് സിലിണ്ടറുകളുമായി കവരത്തി തുറമുഖത്തെത്തിയ കപ്പലിന് സ്വീകരണം നൽകി. തുറമുഖ വകുപ്പ് സെക്രട്ടറി വിക്രാന്ത് രാജയുടെ നേതൃത്വത്തിൽ കപ്പലിന്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ സ്വീകരിച്ചു. യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ആഗോള സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. യുവാക്കളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സമൂഹത്തിന്റെ വികസനത്തിൽ അവർ നൽകിയ സംഭാവനകളെ അടയാളപ്പെടുത്തുന്നതിനാണ് 2000 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി ശബരിമല അയ്യപ്പസ്വാമിക്ക് മുന്നിൽ നെൽക്കതിരുകൾ പൂജിക്കുന്ന നിറപുത്തരി പൂജ ഇന്ന് പുലർച്ചെ 5:45-നും 6:30-നും ഇടയിലായി നടന്നു. ഇന്നലെ മുതൽ സന്നിധാനത്ത് മഴയെപ്പോലും അവഗണിച്ച് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10-ന് ശബരിമല നടയടയ്ക്കും. ചിങ്ങമാസ പൂജ, ഓണം പൂജകൾക്കായി 16-ന് വീണ്ടും നട തുറക്കും. സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും നിറപുത്തരി ചടങ്ങുകൾ നടന്നു. തമിഴ്നാട്ടിലെ തിരുവള്ളുവരിൽ ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ 5 പേർ മരിച്ചു. അപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചെന്നൈ തിരുപ്പതി ദേശീയപാതയിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. വാരാന്ത്യ അവധിക്ക് ശേഷം വീടുകളിൽ നിന്നും മടങ്ങിവരികയായിരുന്നു വിദ്യാർത്ഥികൾ. ആദ്യ ഗ്ലോബൽ വനിതാ കബഡി ലീഗ് അടുത്ത മാസം ഹരിയാനയിൽ ആരംഭിക്കും. 15-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. വേൾഡ് കബഡിയുമായി സഹകരിച്ച് ഹോളിസ്റ്റിക് ഇന്റർനാഷണൽ പ്രവാസി സ്പോർട്സ് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. റഷ്യയുടെ ഏകദേശം 30 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കടന്നുകയറി യുക്രൈൻ സൈന്യം. ടോൾപിനോ ഗ്രാമത്തിന് സമീപം യുക്രൈൻ സൈനികരെ നേരിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒളിമ്പിക്സിന് പാരീസിൽ കൊടിയിറങ്ങി. 2028-ലെ ഒളിമ്പിക്സ് ലോസ് ആഞ്ചൽസിൽ. ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ച് ഓഹരി വിപണിയിലെ പരമോന്നത നിയന്ത്രണ ഏജൻസിയായ സെബി. നിക്ഷേപകർ ജാഗ്രത പാലിക്കണം. ബീഹാറിലെ ജഹനാബാദിലെ ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും. രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഇന്ന് പ്രത്യേക ക്യാമ്പ്. കേരളത്തിൽ വീണ്ടും മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.